അതുകൊണ്ടാ ഞങ്ങൾ ഈ ചെങ്ങടപ്പാളത്തിനോടെയുള്ള പെട്രോൾ പമ്പിൽ വാക്കിലുണ്ട്. ഇവിടെ കേട്ടാ പമ്പിന്റെ സൈഡിലോട്ട് ടാർ റോഡ് കണ്ടില്ലേ? ആ റോഡ് കയറ്. ആ എടാ പാർവതി ജ്വല്ലേഴ്സില്ലേ? ആ കണ്ടുണ്ട്. ശരി എന്നാ. അത് മൊത്തം ബോർഡാണല്ലോടാ. ഇവിടുന്ന് പരസ്യം കിട്ടാൻ ഞാൻ സ്വന്തം. ആ ക്ലബിന്റെ പുറകിലുള്ള തള്ളയില്ലേ സരോഹിനി അവരകത്തിരിക്കണല്ലോ. അവര് വാഴവെത്തി മേടിക്കാൻ വന്നു. സ്വർണ്ണക്കടപ്പിന് സ്വർണ്ണം മേടിക്കാനല്ല പിന്നെ എന്ത് പറഞ്ഞു ഓണത്തിനുണ്ട് കയറാൻ. സാറേ നമസ്കാരം. സാറേ ഞങ്ങൾ ചാരമംഗലം ആലത്തൂർകൂട്ടം ക്ലബ്ബിൽ നിന്ന് വരികയാണ്. സാറേ ഞാൻ പ്രസിഡന്റ്, ഇത് സെക്രട്ടറി. ഞാൻ ഖജാൻജി. ആ ഇവന്മാരെ ബോളടിച്ച് ഓട് പൊട്ടിച്ച കണക്ക് എന്റെ കയ്യിലുണ്ട്. ഇവിടെ എന്നെ കൂടെ ഇപ്പം കൊണ്ടുവന്ന യോ ഇല്ല സാറേ, ഞങ്ങൾ ഈ വർഷം ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നോട്ടീസാ. സാറിന്റെ ഒരു പരസ്യം കൊണ്ട് പറയാൻ വേണ്ടിട്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് കൊടുത്താൽ മതി സാറേ. എന്റെ മറ്റേ തരം ക്ലബ്ബേ കള്ളുകൂടിയാണ് ഇവന്മാരുടെ പണി. എത്ര കുപ്പിയാണ് ഞാൻ പറയി കളഞ്ഞറിയാം. അത് നാട്ടിലെ സാമൂഹ്യ വിരുദ്ധരായിരിക്കും സാറേ. ഞങ്ങൾ പകരം തിരക്കായതുകൊണ്ട് രാത്രിയാണ് ടൂർണമെന്റ്. ആ ഫസ്റ്റ് രാത്രി പോലും കൊണ്ട് ഇറങ്ങാഞ്ഞിട്ടാ. പകരം നിനക്കൊക്കെ എന്നാ പണിയാടാ? ആദ്യമാണ് സാർ ഇങ്ങനെ സെറ്റപ്പ് കാണുന്നത്. വീടിനോട് ചെയ്യുന്നൊരു ജ്വല്ലറി. അത് തന്നെയാണല്ലോ നമ്മുടെ പ്രത്യേകത. വീടിനോട് ചേർന്നാണെന്ന് നോക്കണ്ട. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എല്ലാ ലേറ്റസ്റ്റ് ഡിസൈനുള്ള ആഭരണങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടൗണിലെ തിരക്കുകളിലേക്കൊന്നും പോകാതെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും നമുക്ക് ഇവിടെ ഉണ്ട്. ഷോപ്പ് രാവിലെ 7 മണി മുതൽ തന്നെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ 24 മണിക്കൂറും നമുക്ക് പ്രവർത്തനം ഉണ്ടാകും. അതുപോലെ തന്നെ 916 ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ന്യായമായ വിലയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. കാശ് കൊടുത്തിട്ട് കൊണ്ടുപോണേ. മുറ്റത്തേക്കണ പേരക്കാ പറിക്കും പോലെ പണി നടത്തല്ലേ. ഡീസന്റ് ഇല്ലാത്തവരും നമ്മളോടില്ല സാറേ. ഒരു വരുവാതെ പറഞ്ഞു. ഡീസന്റ് അതൊക്കെ എന്റെ മകൻ. ഇവന്മാര് വീടിന്റെ മുറ്റത്ത് കിടന്ന് ഈ കമ്പുകൊരും കളിച്ചിട്ടേ എന്റെ മകൻ ഏത് വശത്താണ് നോക്കിയിട്ടില്ല. അവൻ ആ മുറി തന്നെ കയറിയിരിക്കും. ഇച്ചിരി മൂക്കിപ്പൊടി വലിക്കും. അത് അവന്റെ അച്ഛനും അപ്പൂപ്പനൊക്കെ വലിക്കുമായിരുന്നു. എന്തായാലും പറഞ്ഞായിരുന്നു. സാറേ നമുക്ക് ലാസ്റ്റ് ഫിക്സ് ചെയ്യാലല്ലേ? അത് വെച്ച് കുഴപ്പമില്ല. നിങ്ങളുടെ പരിചയത്തിലെ ബന്ധത്തിലൊക്കെ ഉള്ള ചടങ്ങുകളൊക്കെ വരുമ്പോൾ സ്വർണം വാങ്ങിക്കാൻ ഇവിടെ വരണം. അതെന്താ സാർ? ഇതൊക്കെ നോക്കി എല്ലാം വിവാഹാവശ്യത്തിനുള്ള സ്വർണ്ണാഭരണങ്ങളാണ്. അത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള 3 പവൻ 5 പവനൊക്കെ വരുന്ന സെറ്റുകളാണ്. പെങ്ങളാ? നിങ്ങളുടെ ആമക്കളല്ലേ? മോതിരം കിട്ടിയില്ലേ ചേച്ചി? ആ അളവ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് എടുക്കാൻ എളുപ്പമായിരുന്നു. അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല മോളെ. എന്റെ മോൻ സാധനെ നാളൊരു പെണ്ണിയമ്പലത്തിൽ വരും. കളം കൊടുത്ത് വെച്ചാൽ കല്യാണം. മോതിരം മറ്റും അരികെട്ടുമൊക്കെ നാളെ തന്നെ. പെണ്ണ് സുഗതമലയുടെ മകള. ആരും അറിയണ്ട. ശരി സാറേ കാണാം. സുഭാഷേട്ടാ ഫ്ലെക്സ് അടിക്കാൻ നിൽക്കുമല്ലേ? ആ ഒരു 6-4 ഫ്ലെക്സ് അടിക്കണേ. നമ്മുടെ ഡാഗ്നി സരോജിനി ഇല്ലേ, അവരുടെ മകനെ സാജൻ. അവൻ നാളെ സുഗതമലയുടെ മകൾ അടിച്ചോണ്ട് വന്നി. അവരെ പാർവതി ജ്വല്ലറിയിലെ തലപിടിക്കാൻ നിപ്പണ്ടേ. കുറച്ച് നോട്ടീസ് മേടിക്കാനുണ്ട്.